നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകര MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിലായി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഞെട്ടലോടുകൂടിയല്ല നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. കാരണം അധ്യാപികമാരുടെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണെങ്കിൽ നാളത്തെ വാഗ്ദാനങ്ങളായ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചു പോവുകയാണ്. പേരാമ്പ്ര BNCയിലെ അധ്യാപികയും ആവള കുട്ടോത്ത് സ്വദേശിനിയുമായ നീഷ്മയാണ് അറസ്റ്റിലായത്. നിഷ്മയ്ക്ക് ലഹരി സംഘവുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് പോലീസ് ഇവരെ നിരീക്ഷണത്തിലാക്കിയിരുന്നു. ഇന്ന് രാവിലെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ കേസിൽ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ അധ്യാപികയാണ് നിഷ്മ. നേരത്തെ ഈ കേസിൽ പേരാമ്പ്ര BRCയിലെ അധ്യാപികമാരായ കീർത്തന, കാവ്യ എന്നിവർ അറസ്റ്റിലായിരുന്നു. ലഹരി സംഘവുമായുള്ള ഇടപാടിൽ നിഷ്മയ്ക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സാമ്പത്തിക ഇടപാടിന് പുറമെ മൂവരും നിരന്തരം ലഹരി ഉപയോഗിച്ചിരുന്നു എന്നും ചോദ്യം ചെയ്യലിൽ നിന്നും ഈ യുവതി സമ്മതിച്ചതായാണ് വിവരം. കേസിൽ ഇനിയും കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും അവരെല്ലാം നിരീക്ഷണത്തിലാണെന്നുമാണ് പോലീസ് പറയുന്നത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് മൂവരും മാഫിയയുമായി ബന്ധം സ്ഥാപിച്ചതെന്നും ലഹരി മരുന്ന് ഇടപാടുകളാണ് സംഘം നടത്തുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബന്ധപ്പെട്ടതെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലുള്ള ഒരു സുഹൃത്താണ് ഇവർക്ക് ആദ്യം ലഹരി നൽകിയത്. ആയതിനാൽ തന്നെ മാഫിയ ഇവരെ പരമാവധി ഉപയോഗപ്പെടുത്തുകയായിരുന്നു. MDMA ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപികമാർ മയക്കുമരുന്ന് മാഫിയയിലെ കണ്ണികളുമായി ബന്ധപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴി തന്നെയാണ്. ലഹരി മാഫിയയിലെ ആളുകളാണെന്ന് അറിഞ്ഞു തന്നെയാണ് ഇവർ ബന്ധം സ്ഥാപിച്ചത്. തുടക്കത്തിൽ രണ്ടുപേർക്കും ഇവർ വഴി MDMA ലഭിച്ചു. പിന്നീട് വിൽപ്പനയിൽ കണ്ണികളാക്കി മാറ്റി. ഇതിന് കമ്മീഷനും കിട്ടിയിരുന്നു. കൃത്യമായി 50,000 രൂപയ്ക്ക് 3,000 രൂപയാണ് കമ്മീഷൻ എന്നാണ് ഇവർ നൽകിയ മൊഴിയെങ്കിലും ഇത് ശരിയല്ലെന്നാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. MDMA ഇടപാടുകാർ കീർത്തനയുടെയും കാവ്യയുടെയും അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം ഇവർ സ്വന്തം ആവശ്യത്തിനും ചെലവഴിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. വലിയ പ്രതിഫലം MDMA വിൽപ്പനക്കാർ ഇവർക്ക് നൽകിയിരുന്നതിന്റെ തെളിവാണ് ഇത്. കാവ്യ അടുത്തിടെ പുതിയ കാർ വാങ്ങിയെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ പോലീസ് പരിശോധിച്ചു വരികയാണ്. കാവ്യയുടെ പേരിലാണോ കാർ, എങ്ങനെ വാങ്ങി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ബാംഗ്ലൂരിലുള്ള ഒരു സുഹൃത്ത് വഴിയാണ് ഇവർ ആദ്യം MDMA ഉപയോഗിച്ചത്. പിന്നീടാണ് വിൽപ്പനക്കാരായി മാറിയതും അത് ഇൻസ്റ്റഗ്രാം വഴി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തത്. രണ്ടുപേരും അധ്യാപികമാരായതിനാൽ തന്നെ മയക്കുമരുന്ന് മാഫിയ ഇത് പരമാവധി ഉപയോഗപ്പെടുത്തി. തങ്ങൾ പിടിക്കപ്പെടാതിരിക്കാൻ ആവശ്യക്കാർക്ക് അവരുടെ അക്കൗണ്ട് നൽകി. കാവ്യയും കീർത്തനയും ദീർഘകാലമായ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ ഒന്നിച്ച് യാത്ര പോയതിന്റെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും മറ്റ് വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരാൾ കൂടി ഇവരുടെ സംഘത്തിൽ ഉള്ളതായി സൂചനയുണ്ടായിരുന്നു. ആ സൂചനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ മൂന്നാം അറസ്റ്റും നടത്തിയിരിക്കുന്നത്.